സെക്രട്ടേറിയറ്റിന് മുൻപിൽ അതിന് പരിസരത്തു നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പട്ടം നയിച്ചവൻ നയിക്കട്ടെ എന്താണ് വി ഡി സതീശന് അനുകൂലമായ മുദ്രാവാക്യം. അതേസമയം കെ സി വേണുഗോപാലിന്റെ ഫ്ലെക്സുകൾ വലിച്ചു കയറുന്ന ദൃശ്യം നമ്മൾ സെക്രട്ടേറിയറ്റിന് സമീപത്ത് നിന്ന് കാണുകയാണ്. കേരളത്തിൽ തിളക്കമാർന്ന അഭിമാനകരമായ വിജയം നേടിയതിനു ശേഷം CPM സർക്കാരിന്, LDF സർക്കാരിന്, പിണറായി സർക്കാരിന് ജനം തൂത്തെറിഞ്ഞതിനു ശേഷം മുഖ്യമന്ത്രി ആരാകുമെന്ന ആകാംക്ഷ, കൺഫ്യൂഷൻ ഇപ്പോഴും നിൽക്കുകയാണ്. ഈ സായാഹ്നത്തിലും കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലിന്റെ ഫ്ലെക്സ് വലിച്ചു കയറുന്ന CPM പ്രവർത്തകർ, അത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. ഇന്നത്തെ ആ ദൃശ്യത്തിന്റെ വലിയ രാഷ്ട്രീയ പ്രാധാന്യവും കൗതുകവും. പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് നേരത്തെയും പല ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അതേസമയം തന്നെ ആര് മുഖ്യമന്ത്രിയാകും ഈ വലിയ വിജയത്തിനിടയിൽ എന്ന വലിയ ചോദ്യം ഹൈക്കമാൻഡിന്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ജനങ്ങളോടുള്ള വലിയ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തത്തിന്റെ ഉത്തരം എപ്പോൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇപ്പോഴും വളരെ കൺഫ്യൂഷനാണ്. ഞായറാഴ്ച മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും എന്ന ചില സൂചനകൾ വരികയാണ്. അതിനിടയിലാണ് ഇന്ന് വൈകിട്ട് സംസ്ഥാനത്ത് ഉടനീളം വി ഡി സതീശനായി പ്രവർത്തകർ തെരുവിൽ ഇറങ്ങിയത്. അത് തലസ്ഥാനത്ത് മാത്രമായിരുന്നില്ല, മറ്റു പലയിടത്തും ഒരു 6 ജില്ലകളെങ്കിലും എണ്ണിയെടുക്കാമെന്നാണ് ഞാൻ വൈകിട്ടത്തെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കിയത്. വിവിധയിടങ്ങളിൽ വി ഡി സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ അരങ്ങേറി. അത് തിരുവനന്തപുരത്തുണ്ടായിരുന്നു, കോട്ടയത്തുണ്ടായിരുന്നു, മലപ്പുറത്തുണ്ടായിരുന്നു, കോഴിക്കോടുണ്ടായിരുന്നു, കണ്ണൂരുണ്ടായിരുന്നു, കാസർഗോഡുണ്ടായിരുന്നു. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രകടനങ്ങൾ. തിരുവനന്തപുരം, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വി ഡി സതീശന് അനുകൂല പ്രകടനങ്ങളാണ്. ഇങ്ങനെ ഒരു അനുകൂല പ്രകടനത്തെ ദൃശ്യം നമ്മൾ പണ്ട് VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി CPM-ൽ പൊട്ടിപ്പുറപ്പെട്ടത് കണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഇത് അധികാരവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ ഭാഗമാണ്. അത് തെരുവിലേക്ക് കൂടി എത്തുന്നു. എന്താണ് ഇന്ന് വൈകിട്ടത്തെ രാഷ്ട്രീയ മാറ്റം? ആ രാഷ്ട്രീയമായ ഒരു കളം കൂടി മാറുന്നു, ഒരു പടി കൂടി മുന്നോട്ട് പോകുന്നു ഈ തർക്കം എന്താണ്? അതേസമയം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പലയിടത്തും ഫ്ലെക്സ് ബോർഡുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട്. കെ സി വേണുഗോപാലിന് വേണ്ടി MLA-മാരുടെ വലിയ പിന്തുണ ആർജിക്കാൻ ആ ഗ്രൂപ്പിന് കഴിയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴൊരു വ്യക്തതയില്ലാത്ത സാഹചര്യമാണ്. ഇന്ന് രാത്രി പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഡൽഹിയിലേക്ക് പോവുകയാണ്. നാളെ പ്രധാനപ്പെട്ട ചർച്ചകൾ ഡൽഹിയിൽ നടക്കാൻ പോവുകയാണ്. അതേസമയം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ചേരിതിരിഞ്ഞുള്ള പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെ ഉണ്ടാകുന്ന അവരുടെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. ഈ വൈകിട്ട് വന്ന പ്രതികരണങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. കേരളത്തിലെ നികുതി പണം ഉപയോഗിച്ച് 2 തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ഒരു കേസ് ആണെങ്കിൽ ഞങ്ങൾക്ക് കേസിനോടൊന്നും വിരോധം. ഞങ്ങൾ പാർട്ടി നിലനിൽക്കണോ? കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ജീവനാ. പട നയിച്ചൻ വിത്തിട്ടവനല്ലേ കൊയ്യേണ്ടത്? വിത്തിട്ടത് വി ഡി സതീശനാ. വളഞ്ഞ വഴിയിൽ കൂടെ ഭരണാധികാരി തെരഞ്ഞെടുക്കരുത്, നേർവഴിയിലായിരിക്കണം. നേർവഴി എന്ന് പറഞ്ഞാൽ ഇവിടെ 10 കൊല്ലം 5 കൊല്ലം നയിച്ച് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് തന്നെ കൊടുക്കലാണ് നേർവായ വഴി. മറ്റേത് വളഞ്ഞ വഴിയാണ്. അതൊരിക്കലും ജനങ്ങൾ സമ്മതിക്കരുത്. ജനങ്ങളൊപ്പം നിൽക്കണം നേതൃത്വം, അതാണ് നമ്മുടെ ആവശ്യം. വീടി വേറൊരു പേരില്ല നമുക്ക്. MLA-മാർ നമ്മൾ ജയിപ്പിച്ചതാ. കേരളത്തിൽ ജനത്തിന്റെ പിന്തുണ വി ഡി സതീശനാണ്. MP-മാർ മത്സരിക്കേണ്ട എന്ന് ഹൈക്കമാൻഡ് തീരുമാനം എടുത്തതല്ലേ? ഹൈക്കമാൻഡ് തീരുമാനത്തിൽ പെട്ടതാണ് കെ സി വേണുഗോപാലിന്റെ ഹൈക്കമാൻഡ് പറഞ്ഞതാണ് MP-മാർ മത്സരിക്കേണ്ട. പിന്നെ MP ആയിരുന്ന ആൾക്ക് പിന്നെ എങ്ങനെ മുഖ്യമന്ത്രി ആവും? തീർച്ചയായിട്ടും വരണം. പുള്ളി വന്നേ ഒക്കുള്ളൂ. പട നയിച്ചവൻ വേണം ജനത്തെ നയിക്കുവാൻ. ജനത്തിന്റെ വികാരമാണ്, അല്ലാതെ AICC-ന്ന് ഒരാള് കെട്ടിയിറക്കുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല. മത്സരിച്ചതിൽ അസംബ്ലിയിലേക്ക് മത്സരിച്ചതിൽ ആരായാലും ഞങ്ങൾക്ക് എതിർപ്പില്ല. അസംബ്ലിയിൽ മത്സരിച്ച് ജയിച്ചത് പിന്നെ വി ഡി സതീശനാണ് കഷ്ടപ്പെട്ടത്. പാർട്ടി വളർത്താൻ വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ഓടി നടന്ന വി ഡി സതീശനാണ്. അമൽ തേനംപറമ്പിൽ തിരുവനന്തപുരത്തുണ്ട്. അമൽ, രമേശ് ചെന്നിത്തലയാണോ, കെ സി വേണുഗോപാലാണോ, അതോ വി ഡി സതീശനോ? ഇക്കാര്യത്തിലൊന്നും ഇപ്പോൾ ഈ ഓർഡർ നേരത്തെ എന്നും ഞാൻ പറയുന്ന പോലെ ഈ ഓർഡർ നോക്കണ്ട കേട്ടോ. ആദ്യം പറഞ്ഞത് ആർക്കെങ്കിലും പ്രത്യേകമായ പരിഗണന ഉള്ളത് കൊണ്ടല്ല. പക്ഷെ ഇന്ന് കെ സിക്ക് അനുകൂലമായാണല്ലോ പലയിടത്തും തീവ്രമായ പ്രതികരണങ്ങളും ഈ പ്രകടനങ്ങളും ഒക്കെ കണ്ടത്. ഇന്ന് കേരളത്തിൽ സംഭവിച്ചത് എന്താണ്? ഇപ്പോൾ കൊച്ചു കേരളം എന്ന് പറഞ്ഞാൽ പോലും ദേശീയ തലത്തിൽ കേരളം
ഭൂവിഭാഗം കൊണ്ടും സീറ്റുകളുടെ എണ്ണത്തിൽ കുറവാണ് എങ്കിലും ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ കൂടുതൽ സീറ്റുകൾ ലഭിക്കേണ്ട ലോക്സഭയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊന്നാണ്. ഇവിടുത്തെ രാഷ്ട്രീയം വളരെ പ്രധാനമാണ് ദേശീയ രാഷ്ട്രീയത്തിലും, അത് കോൺഗ്രസ് സംബന്ധിച്ച് പ്രത്യേകിച്ചും. ഇന്ന് നടന്നത് എന്തെല്ലാമാണ്, എങ്ങനെയാണ് നീക്കങ്ങൾ? ഈ ദേശീയ നേതൃത്വം നിയോഗിച്ച 2 നിരീക്ഷകരുണ്ട്. ഇവർ ഡൽഹിക്ക് ഇന്നലെ തന്നെ മടങ്ങിയിരുന്നു. ഇവിടെ നിന്നും ലഭിച്ച ഗ്രൗണ്ട് റിപ്പോർട്ട് എന്താണ് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ അവർ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കളെയും ധരിപ്പിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയോടും അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോടും VD സതീശനോടും ഡൽഹിയിലേക്ക് എത്താനുള്ള ഒരു നിർദ്ദേശം നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുകയാണ് 3 നേതാക്കളും പുറപ്പെടുന്നത് ഒറ്റ ഫ്ലൈറ്റിലാണ്. 7:30 ആണ് ഫ്ലൈറ്റ് നേരത്തെ നിശ്ചയിച്ചിരുന്നതെങ്കിൽ അതിന്റെ സമയത്തിൽ ഇപ്പോൾ മാറ്റമുണ്ടായിട്ടുണ്ട്. 9 മണിക്ക് ആ ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടും. പ്രതിപക്ഷതാവിന്റെ വസതിയിലല്ലേ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ? അത് പ്രതിപക്ഷതാവിന്റെ വസതിയിലെ കന്റോൺമെന്റ് ഹൗസല്ലേ, അവിടെ ഏതെല്ലാം നേതാക്കളുണ്ട് VDക്ക് പിന്തുണയുമായി. ഇപ്പോൾ ഈ പ്രകടനമൊക്കെ കാണുന്നില്ല. അപ്പോൾ അതിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അങ്ങനെ പരസ്യമായ പ്രതിഷേധവും പ്രകടനവും ഒന്നും ശരിയല്ല എന്ന നിലയിൽ VD സതീശന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടോ? അവിടെ കൂടുതൽ നേതാക്കളുണ്ടോ? അവിടെ കൂടുതൽ പിന്തുണ സാഹചര്യമുണ്ടോ? എന്തെങ്കിലും ഒരു വ്യക്തത ആ ക്യാമ്പിലുണ്ടോ? രതീഷ്, പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുത്ത VD സതീശൻ്റെ ആ ചുമതല ഏറ്റെടുത്ത ദിവസമുണ്ടായിരുന്നു. ആ ദിവസം ഈ മുറ്റത്ത് രതീഷിന് ഈ കണ്ടോൺമെൻറ് ഹൗസിൻ്റെ പരിസരം അറിയാമല്ലോ, എത്രത്തോളം വലിപ്പം ഉണ്ട് എന്നറിയാം. നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇനിയിപ്പോൾ ഇവിടേക്ക് ഒരു വാഹനം പോലും കയറ്റാൻ പറ്റാത്ത പരുവത്തിന് ഈ മുറ്റം നിറഞ്ഞിരിക്കുന്നു. നിറയെ കാറുകളാണ്. അതോടൊപ്പം തന്നെ അകത്ത് നിരവധി പ്രവർത്തകരുണ്ട്. പുറത്തും പലയിടങ്ങളിലായി പ്രവർത്തകർ ഇങ്ങനെ നിൽക്കുന്നു. VD സതീശനെ കാണാനായി, പിന്തുണ അറിയിക്കാനായി ഒരുപാട് ആളുകൾ ഈ കണ്ടോൺമെൻറ് ഹൗസിന് അകത്തുണ്ട്. ഇതിന് സമാനമായി തന്നെ ഒരു കാഴ്ചയാണ് നേരത്തെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പോയപ്പോഴും കാണാൻ കഴിഞ്ഞത്. അങ്ങനെ തങ്ങളുടെ നേതാക്കൾക്ക് വേണ്ടി ആളുകൾ ഒപ്പം കൂടുകയാണ്. എന്ത് തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകുമെന്ന ആകാംക്ഷയാണ് എല്ലാവരുടെയും മുഖത്ത്. VD സതീശൻ ഓരോരുത്തരെയായി അകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്പം മുമ്പ് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. പക്ഷേ ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനപ്പുറത്തേക്ക് ഒരു പരസ്യ പ്രതികരണമില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ പ്രകടനം നയിച്ച ആളുകളുടെയൊക്കെ പ്രതികരണം കണ്ടിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല വീട്ടിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്, അവരുടെ പരസ്യ പ്രതികരണമുണ്ടോ? VD സതീശന്റെ വീട്ടിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്, അവരുടെ പരസ്യ പ്രതികരണമുണ്ടോ? KPCC അധ്യക്ഷൻ പുതുതായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ VD സതീശനെയൊക്കെ രാവിലെ വന്ന് സന്ദർശിച്ച് മടങ്ങിയിരുന്നു. ഇവിടെയുള്ളത് ഇപ്പോൾ അങ്ങനെ പേരെടുത്ത് പറയത്തക്ക വലിയ നേതാക്കളല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പ്രകടനം നടന്നിരുന്നു VD സതീശന് അനുകൂലമായി. ആ പ്രകടനത്തിലുണ്ടായിരുന്ന നിരവധി ആളുകൾ, നിരവധി പ്രവർത്തകർ, മുതിർന്ന പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് VD സതീശൻ വിമാനത്തിൽ പോകാനായി ഇറങ്ങുന്നതും കാത്ത് ഈ പുറത്തുള്ളത്. അകത്താണെങ്കിൽ മറ്റ് ചില നേതാക്കളൊക്കെ ഉണ്ട്. അവരുമായൊക്കെ ആശയവിനിമയം നടത്തുന്നു. അതോടൊപ്പം മറ്റ് ഈ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ആളുകളൊക്കെ ഉണ്ട്. അവരുമായൊക്കെ ആശയവിനിമയം നടത്തുകയാണ്. രമേശ് ചെന്നിത്തലയുടെ അടുത്തേക്ക് എത്തിയാൽ രമേശ് ചെന്നിത്തലയുടെ സന്തത സഹചാരികളായ ഏറ്റവും അടുപ്പക്കാരായ ആളുകളാണ് അവിടെയുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ ഒപ്പം എല്ലാ കാലത്തും ഉറച്ചു നിന്നിരുന്ന ആളുകൾ എന്താകും, എന്ത് സംഭവിക്കും എന്നറിയാതെ അവരിങ്ങനെ ആകാംക്ഷയിലാണ്. അതിൽ പറയത്തക്ക പേരെടുത്ത് സംസ്ഥാന നേതാക്കളോ MLA-മാരോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ അവരുടെയൊക്കെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് 2 കൂട്ടരും ഉറച്ചു വിശ്വസിക്കുകയാണ്. അങ്ങനെ നേതാക്കന്മാർക്കൊപ്പം ആളുകൾ കൂടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്ത് തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. തലയെണ്ണിയാണോ തീരുമാനം? MLA-മാരുടെ തലയെണ്ണി തീരുമാനമെടുത്ത് KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമോ, അതോ ഈ പറയുന്ന പ്രകടനങ്ങളും മറ്റുമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ച VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമോ? അതിനുമപ്പുറത്തേക്ക് മുതിർന്ന നേതാവായ VD സതീശനും അതോടൊപ്പം തന്നെ KC വേണുഗോപാലും തമ്മിൽ ഇപ്പോൾ നിൽക്കുന്ന തർക്കത്തിനിടയിൽ ഒരു സമവായ മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തല എത്തുമോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം കേരളം വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി രമേശ് ചെന്നിത്തലയും VD സതീശനും ഇപ്പോൾ ഡൽഹിക്ക് തിരിക്കാൻ പോകുന്ന അല്പസമയത്തിനകം അവർ പുറത്തേക്ക് വരും. 2 നേതാക്കളുടെയും പ്രതികരണം നമ്മൾ ഈ മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്.